വാൽമീകി മഹർഷയേ നമ. ഓം ആഞ്ജനേയായ നമ. ഓം സീതാഭരത ലക്ഷ്മണ ശത്രുഘ്ന ഹനുമാൻ സമേതനായ ശ്രീരാമചന്ദ്ര പ്രഭുവേ നമ. സുന്ദരകാന്ഡം. സകല ശുഗകുല വിമല തിലഗീതകളെ ബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര കിളിമകൊളതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖിരി സുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണ ജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിന യുഗളമുദ മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരുടെ അമിതബല സഹിത മുര ചെയ്തിതു. കണ്ടുകൊള്ളിൽ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശകനഹമതി ശബലമമ്പരേ മാനേന പോകുന്നിദാശരേശാലയേ അജതനയതന ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നിമഹം അഖില ജഗദധിപനോട് വിരവിലറിയിപ്പന്നങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കും അജന്മനാക്കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി ജപതി സപതി രഘുമതിരാനാരതോ തസ്യാങ്കുലീയവും ഉണ്ടു ശിരസിമേ കിമഭി നഹി ഭയമുദതി സപതി ധരിച്ചും നിങ്ങൾ കീശപ്രവരരേ ഖേദിയാതുമേ ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തി പരത്തി കരങ്ങളും അതിവിപുലകള തലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാംഗ്രിയാം ഊർധ്വനയനനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. മാർഗവിഘ്നം. പദഗപതിരിവ പവന സുധന സവിഹായസ ഭാനുബിംബഭയാ പോകും ദശാന്തരേ അമരസമുദയമലിതനയ ബലവേഗങ്ങൾ ആലോക്യ ചൊന്നാൻ പരീക്ഷണാർത്ഥം ദദാ സുരസയോടു ഭവന സുത സുഖമതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞ് അതിസൂക്ഷ്മദൃശ ശരികന്നതു കെട്ടവൾ ഗഗനപതി പവന സുത ജഗവതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധവുമേവിനാൻ കഠിനതരമലറിയവളനൊടുര ചെയ്തിതു. കണ്ടീലയോ ഭവാൻ എന്നെ കവിവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിനുമാ കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമശനമിക നൂനമദ്യത്വയ വീര വിശപ്പനിക്കേറ്റമുണ്ടോർക്ക നീ മമ വദന കുഹരമതിൽ വിരവിനോടു പുക നീ മറ്റൊന്നുമോർത്തു കാലം കളയായടോ സരസമിതി രഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനലിലാത്മജൻ ചൊല്ലിനാൻ.
അഖമഖില ജഗദധിപനമര ഗുരുശാസന ആശുസീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവനോടു ചെന്നു കണ്ടദ്യവാ വരുന്നതുമുണ്ടു ഞാൻ. ജനകനരപതി ദുഹിത് ചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന ഗുഹകരമതില ഭഗതഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു പൂക്കിടുവൽ. കമലമകൾ ചരിതമറിവതിന്നു ചെന്നമ്പോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും ബലതരം കണ്ടുകടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടു ജഡിത് പല വഴി നിരൂപിച്ചു പത്മനാഭൻ. രാമൻ തന്നെ ധ്യാനിച്ചു മെവിനാൻ നിശിതമസി നിശിചരപുരേ കൃശരൂപനായി. നിർജ്ജനദേശേ കടപ്പെന്നോർത്തവൻ നിജ മനസി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരീപുരം ഗമിച്ചിടിനാൻ. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേ ഉല്ലംഘിദേബ്ദേ പവനാത്മജന്മന ജനകനരപതിവരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ജനകനരപതി ദുഹി നൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം സുഖം. തദനു കപികുലപതി നടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി. രാത്രിയിൽ ഉദിതര വികിരരുണ രുചി ചുണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടം മൊഴിയാതെ. ദശവദന മണിനിലയമായിരിക്കും മമ ദേവീരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിൽ എങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ. ഉടമയൊടു മധുരപുരി കരിവിനോട് ചൊല്ലിയോ രുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനം അമൃത സമസലിലയുധവുപാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധൗ ദിക്പാല മന്ദിരം ധികൃതമായി വരും. കനകമണിരചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളേ നോക്കും വിധൗ കുസുമജയ സുരഭിയോട് പവനൻ അതികൂടമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടു പോയുടൻ. ഉപവനമൊരുതരതൊരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതര ചിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃഷഗാത്രിയായി എത്രയും ഭയവിവശയം അവനിലുരുണ്ടും സദാകൃതി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം. നയന ജലമനവരതമൊഴുകിയൊഴുകിപ്പതിൽ നാമത്തെ രാമാരാമേതി ജപിക്കയോ. നിശിചരികൾ നടുവിലഴകൊടുമരുതും ഈശ്വരി നിത്യസ്വരൂപിണിയാം സീതയെ കണ്ടു മാരുതി. പിടബിശര ശിരസി നിബിദശതാർത്ഥകതൽ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ. ദിവസകര കുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ. കമലമകളകില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥനാസ്മ്യഹം കണ്ടേൻ കൃതാർത്ഥനാസ്മ്യഹം. ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനതയെ സാധിപ്പതിന്നു ഞാൻ.
രാവണൻ്റെ പുറപ്പാട്. വിവിധമിതി ദശവദനനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോട് അതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൻ സവിതൃകുല തിലകനില നിപ്യവിദ്യാഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതിവിനയമൊടു ശുനീവഹ വിരദ്വരെ സാഹസത്തോടു മാം കട്ടുകൊണ്ടീലയോ ദശവദന സുദൃഢമനുചിതമിതു നിനയ്ക്കു നീ തൽബലം സീതാനനുഭവിക്കും ദൃഢം ദശരഥ ജനിചിത ശരദലിത വപുഷാഭവാൻ ദേഹം വിനാ യമലോകം പ്രവേശിക്കും രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസരാജ നിനക്കു തോറ്റം ബലാൽ ലവണജലനിധിയ രഘുകുല തിലകന ശ്രുതം ലംഘനം ചെയ്യും അതിനുള്ള സംശയം ലവസമയമൊടു നിശിത വശിഖപരിതാപേന ലങ്കയും ഭസ്മമാക്കിയിടുമരക്ഷണാൽ പതിവിരഹ പരവശതയൊടുമിക പരാലയെ പാർത്തു പാതിവൃത്യമാലംബ്യ രാഘവം പകലിരവു നിശിതരികൾ വരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നിതും ഇവൾ രജനിജരകുലഗതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ കലുഷതകൾ കളവിനിക രാക്ഷസത്രീകളെ കണ്ടുകൊള്ളാം ഇതു സത്യമത്രേ ദൃഢം കരുണയൊടു ഭയമതിനു കതിഭയമുദിനം മുത കാത്തുകൊള്ളേണം ഇവളെ നിരാമയം രചിനിചര യുവതികളിത്രി ത്രിജൂടാ വജോരിതി കേട്ടത്ഭുത ഭീതി പൂണ്ടിടിനാൻ മനസ്സി പരവശതയോടുറങ്ങിനാനേവരും മനസ്സേ ദുഃഖം കലർന്നു വൈദേഹിയും മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജയം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സംപൂജ്യരായ സജ്ജനങ്ങളെ, സീതാദേവി അന്വേഷിക്കാനായിക്കൊണ്ട് എല്ലാവരും പുറപ്പെട്ടു. കണ്ടുപിടിക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ അയാളാണ് മനസ്സിലായത് ആ തെക്കേ സമുദ്രതീരത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കണം ഒന്നിച്ച്. ഇനി എന്ത് വേണമെന്ന് അറിയില്ല, അങ്ങോട്ട് യാത്ര പോകണ്ടേ. ആ സമയത്താണ് ജാമ്പവാൻ അവിടെ ഉണ്ട്. ഈ സമുദ്രം കിടന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ 100 യോജന ചാടണം. അപ്പോൾ വാനരന്മാർ തമ്മിൽ തർക്കായി, ആര് ചാടും 100 യോജന. സുഗ്രീവൻ ഓരോരുത്തരെയായിട്ട് വിളിച്ചു. ഒരു വാനരൻ പറഞ്ഞു ഞാൻ 10 യോജന ചാടാം. വേറൊരു വാനരൻ പറഞ്ഞു ഞാൻ 30 യോജന ചാടാം. വേറൊരു വാനരൻ പറഞ്ഞു ഞാൻ 60 യോജന ചാടാം. വേറൊരാൾ പറഞ്ഞു ഞാൻ 99 യോജന ചാടാം. വേറൊരാൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചാടാൻ വയ്യ. ഈ 10 യോജന ചാടുന്ന ആളും 99 യോജന ചാടുന്ന ആൾക്കും യോഗം എന്താ? വെള്ളം കുടിച്ച് മരിക്കാനാ. ഈ ആൾക്കാർ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ കണ്ടു നോക്കിയിട്ടുണ്ടോ? ഒരു ടിക്കറ്റിന് പോയി, ഒരു നമ്പറിന് പോയി, 2 നമ്പറിന് പോയിന്ന്. 1 നമ്പറിന് പോയാലും 10 നമ്പറിന് പോയാലും എന്താ കാശ് കിട്ടാൻ പോണില്ല. എന്ന മാതിരി ഈ 100 യോജന അങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് വരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാ ജാമ്പവാൻ പറയണത് ഇവിടെ അത് കഴിവുള്ള ഒരൊറ്റ ആളും ആരാ? ഹനുമാൻ മാത്രം.
അപ്പോൾ ഹനുമാനെ വിളിക്കുകയാണ്, ഇങ്ങനെ സീതാന്വേഷണത്തിന് ഈ ലങ്കാസമുദ്രം ചാടിക്കടന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് വിടുകയാണ്. ഹനുമാൻ തയ്യാറായി. അത് ഭയങ്കര ഗൗരവമാണ് ഹനുമാൻ്റെ ശക്തി. ഹനുമാനെ സേവിക്കുന്നവർക്കെല്ലാം തന്നെ ഒരു ഭയങ്കര എനർജിയാണെന്നാണ് പറഞ്ഞത്. കാരണം സകല നക്ഷത്രങ്ങളെയും പിടിച്ചു വിഴുങ്ങാറുന്ന ആളാണ്. സൂര്യഭഗവാനെ വിഴുങ്ങാൻ ചെന്നപ്പോഴാണ് ദേവേന്ദ്രൻ ആ താടിക്ക് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് അങ്ങനൊരു ഷേപ്പ് ഹനുമാന് വരാനുള്ള സാധ്യത. അപ്പോൾ എന്തായാലും ഹനുമാൻ ചാടി വയ്ക്കും ചെയ്തു. ഇത് മുടക്കാൻ വേണ്ടി അവിടെ സരസ വന്നു, പർവ്വതം പോലെ. അപ്പം അതിനെയും മറികടന്നുകൊണ്ട് ആ ലങ്കയിലെത്തിയ ഹനുമാൻ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് പറയാം. ഹനുമാൻ നോക്കി, അവിടെ ചെന്ന വയ്ക്കുവിന് ഒന്നും നോക്കിയില്ല, ഒരൊറ്റ എണ്ണ ആ സ്ത്രീ കണ്ട് പടച്ചു. ഉടനടി ഒരു മോഷം കൊടുക്കുക. ലങ്കാലക്ഷ്മി ആയിരുന്നു അത്. പണ്ടൊരു ശാപമേറ്റിക്കൊണ്ട് ഈ ലങ്കാലക്ഷ്മി അവിടെ രാക്ഷസിയായിട്ട് ഇരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഒരു വാനരൻ്റെ അടി ഏൽക്കുമ്പോൾ മോക്ഷം ലഭിക്കുന്നതാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഹനുമാൻ നോക്കി, എങ്ങനെ പുള്ളി കിടക്കുക. അപ്പോൾ ഒരു ചെറുവിരലിൻ്റെ വലുപ്പത്തിൽ ചെറുതായിട്ട് മെല്ലെ ഹനുമാൻ ഉള്ളിൽ കിടക്കുക. ലങ്കയിൽ കിടന്ന ഹനുമാൻ ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും സീതാദേവിയെ കണ്ടുപിടിക്കണ്ടേ. അതിങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് നേരെ ആ ശിംശിപ വൃക്ഷത്തിൻ്റെ മുകളിലാണ് കയറി. അടുത്ത് ചെല്ലാൻ നോക്കിയപ്പോഴേക്കും രാവണൻ്റെ പുറപ്പാടാണ്. രാവണൻ സീതാദേവിക്ക് സമ്മതമില്ലാണ്ട് സീതാദേവിയെ തൊടാൻ രാവണന് കഴിയില്ല. ഇപ്പോൾ ഒരു ആധുനിക കാലത്ത് ഒരു ചർച്ച ഉണ്ടായിരുന്നു. രാവണനെ പൊക്കി പറയുന്നു. ചില ആൾക്കാർ സത്യത്തിൽ ചിരി വരാറുണ്ട്. കാരണം എന്താ അറിയോ, രാവണൻ്റെ സ്ഥാനത്ത് ശ്രീരാമനാണെങ്കിൽ ഇങ്ങനെയല്ല അവസ്ഥ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം എന്താ, രാവണൻ എന്നും ചെല്ലും, സീതാദേവിയുടെ അടുത്ത് ചെല്ലും. സീതാദേവിയുടെ അടുത്ത് ചെന്ന് സീതാദേവി സമ്മതിക്കില്ല. അപ്പോൾ സീതാദേവി ഇനി ശ്രീരാമനൊന്നും ഇവിടെ വരാൻ പോണില്ല, ശ്രീരാമനൊന്നും ഇവിടെ വരാൻ പോണില്ല, നീ അത് ഒഴിവാക്കിക്കോ. അപ്പോൾ സീതാദേവി മറുപടി പറഞ്ഞെന്താരോ, ഒരു പുൽക്കൊടി അങ്ങോട്ട് എടുത്തിട്ട് ഞാൻ മറുപടി, എൻ്റെ ശ്രീരാമചന്ദ്രൻ വരും. അത്രയും അടിയുറച്ച വിശ്വാസമായിരുന്നു. പക്ഷേ രാവണൻ ചെന്നിട്ട് രാക്ഷസിമാരോട് പറഞ്ഞു, നിങ്ങൾ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ രാവണനെ സംബന്ധിച്ചിടത്തോളം ബലമായി സീതയെ എടുക്കാൻ പറ്റില്ല. കാരണം ഒരാളുടെ സമ്മതമില്ലാണ്ട് രാവണന് സീതയെ തൊട്ടാൽ രാവണൻ്റെ തല പൊട്ടിത്തെറിക്കും. ഇങ്ങനൊരു ശാപമേറ്റത് കൊണ്ടാണ് രാവണൻ ബലമായിട്ട് സീതയെ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാകാതെ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഹനുമാൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹനുമാൻ നോക്കുമ്പോൾ ശിംശിപാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആ ജീർണിച്ചവശയായ സീതാദേവിയെ കാണുകയാണ്. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു? ഒന്നും മിണ്ടിയില്ല. രാവണൻ പോയോടുകൂടി ഈ രാക്ഷസിമാരുടെ ഇടയിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ശരിയ കേട്ടോ, രാക്ഷസ ഭാവം തന്നെയാണല്ലോ. അപ്പം അതിൽ വിഭീഷണൻ്റെ പുത്രിയുണ്ട് ത്രിജട. ത്രിജട മാത്രം, സീതയെ നീ പേടിക്കണ്ട, ഞാൻ നിനക്കുണ്ട്. കാരണം കുറച്ച് മമത ഉണ്ട് അവൾക്ക്. അപ്പോൾ ഹനുമാൻ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പറയാണ്, കഥ പറയാം. ശ്രീരാമനും സീതയും കൂടി വനത്തിൽ പോയ കാര്യവും സീതാദേവിയെ കട്ടുകൊണ്ടുപോയതും ഇതെല്ലാം പറഞ്ഞു. ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊക്കെ സീതാദേവി കേൾക്കുകയാണല്ലോ. നല്ലൊരു ദൂതനാണ് ഹനുമാൻ. ഹനുമാൻ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് മറുപക്ഷത്ത് ചെന്ന് കാര്യം സാധിച്ചു വരും. അങ്ങനെയായിരിക്കണം ഇന്നത്തെ മന്ത്രിമാരൊക്കെ എന്നാണ് പറയണത്. ഹനുമാനെ കണ്ടുപഠിക്കണം എങ്ങനെയാണ് ദൂത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ ഈ കഥ പറഞ്ഞോടുകൂടി അയോധ്യയിലെ കഥയും ശ്രീരാമൻ്റെ കഥയും സീതാദേവിയുടെ കഥയും ഇതൊക്കെ കൂടി കേട്ടപ്പോൾ സീതാദേവിക്ക് തോന്നി, ആരാണ് ഈ കഥ പറയുന്നത്? ആരായാലും എൻ്റെ മുന്നിൽ ഒന്ന് വന്നാൽ നന്നായിരുന്നു തോന്നി. വന്ന വഴിക്ക് ആ ഹനുമാൻ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു, ദാസോഹം പറഞ്ഞു. അപ്പോഴാണ് ഈ ഹനുമാൻ എന്ത് ചെയ്തു വെച്ചാൽ തൻ്റെ കയ്യിലൊരു അങ്കുലീയം കൊടുത്തിട്ടുണ്ട് ശ്രീരാമചന്ദ്രനെ.
തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു അടയാളവാക്യം കൊടുത്തിട്ടുണ്ട്. ആ അടയാളവാക്യം എന്താണെന്ന് അറിയോ? പണ്ട് പഞ്ചവടിയിൽ ശ്രീരാമനും സീതയും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഈ നെല്ലിങ്ങനെ ഉണക്കാട്ടുണ്ടായിരുന്നു. നെല്ല് ഉണക്കാട്ടപ്പോൾ ഈ ജയന്തൻ ഈ സീതാദേവിയെ കണ്ട് ഭ്രമിച്ചിട്ട് ഒരു കാക്കട വേഷത്തിൽ ഇങ്ങോട്ട് വരിക. അപ്പോൾ സീതയുടെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുക ശ്രീരാമൻ. അപ്പോൾ സീതയെ കണ്ടപ്പോൾ ജയന്തന് എന്ത് തോന്നി? എങ്ങനെയെങ്കിലും സീതയൊന്ന് കൈക്കലാക്കണമെന്ന് മെല്ലെ കാക്കട വേഷത്തിൽ വന്നുകൊണ്ട് നെല്ലിങ്ങനെ കൊത്തിപ്പറിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീരാമൻ ഉറക്കാണല്ലോ, സംശയമൊന്നും ഉണ്ടായില്ല. നേരെ സീതാദേവിയുടെ മേലെ ഇങ്ങനെ കുത്താൻ തുടങ്ങി. ഇത് കണ്ടവയ്ക്ക് ഞെട്ടി ഉണർന്നപ്പോൾ ഒരു പുൽക്കടി ഇട്ടിട്ട് കാക്കയ്ക്ക് ഒറ്റ ഏറ. അതാ നോക്കിയിട്ടോ, കാക്കയ്ക്ക് ഒരു കണ്ണ് ഒന്ന് കോങ്കണ്ണ ആ പുൽക്കൊടിയ. ഇതാണ് അടയാളവാക്കിയായിട്ട് കൊടുത്തത്. അങ്ങനെ ഹനുമാൻ അതിനുശേഷം ആ ലങ്ക മുഴുവൻ ദഹിപ്പിക്കാനുള്ള പെട്ട. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.